ഹലോ, ഞങ്ങൾക്ക് ഇന്നലെ രാത്രി അൽഫാം മന്തി ആയിരുന്നേ. അപ്പോൾ അൽഫാമൊക്കെ രാത്രി തന്നെ പിള്ളേർ ഞങ്ങളൊക്കെ അടിച്ച് തീർത്ത് റൈസ് ഒരു 3-4 പേർക്കുള്ള ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാല് വന്നിട്ട് കുഞ്ഞതായിട്ടൊരു ഡയലോഗ് അടിച്ച്, അമ്മ നമുക്ക് 2 പീസ് അൽഫാമും കൂടെ മേടിക്കണമെങ്കിൽ റൈസ് അങ്ങോട്ട് തിന്നായിരുന്നല്ലേ എന്ന്. ഞാൻ പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ മുട്ടക്കറി വെക്കും, മര്യാദക്ക് ആ മുട്ടക്കറിയും കൂട്ടി 2 പേരും ഇത് കഴിച്ചോളണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് കയറിയതാണേ. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി നോർമലായിട്ടുള്ള പോലെ തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വഴറ്റി. പിന്നെ ഞാൻ കുഞ്ഞു തക്കാളി കാണിച്ചായിരുന്നില്ലേ, അത് ചേട്ടായിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഉമ്മ കൊടുത്തു വിട്ടതാണേ. നമുക്ക് നാടൻ നല്ല തക്കാളി കിട്ടിയായിരുന്നു. അപ്പോൾ ആ തക്കാളിയും കൂടി അരിഞ്ഞെടുത്തായിരുന്നേ. പിന്നെ നമ്മുടെ കുറച്ച് ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത്, പിന്നെ നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് നോർമലായിട്ട് മുട്ടയൊക്കെ എടുത്തിട്ടു. അങ്ങനെ വലിയ തിരക്കേടില്ലാത്തൊരു മുട്ടക്കറിയൊക്കെ വെച്ച് അൽഫാമിൻ്റെ റൈസൊക്കെ കൂട്ടി കൊടുത്ത്. എന്ത് മുട്ടക്കറി ആണെങ്കിലും ശരി, നമ്മുടെ ആ സ്പൈസി ആയിട്ടുള്ള പെരിപ്പെരിയുടെ അൽഫാം പീസും മന്തി റൈസും കഴിക്കുന്ന ഫീലൊന്നും ഈ മുട്ടക്കറിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇനി പിള്ളേരെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഓക്കെ, ബൈ.